ഇന്ന് നാളെ ഒരു ചടങ്ങുണ്ട്, അതുകൊണ്ട് ഞാൻ കുറെ പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാളത്തേക്കുള്ള ഒരു നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ. ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നെങ്കിൽ ക്യാപ്ഷനിൽ മനസ്സിലാവും, അതല്ലെങ്കിൽ എന്താ ഇതിന്റെ ബാക്കി കണ്ടിന്യൂറ്റി വരുമ്പോ സമയത്ത് നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാവും. അപ്പൊ അതിന്റെ തലേ ദിവസത്തെ ഒരുക്കങ്ങളാണ് ഇന്ന് പറയരുത് എന്താന്ന് ഒരുക്കങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ എവിടെയാണുള്ളത്? ഇതാരാണ്? ഇത് ഇവരുടെ മേമയാണ്. ഇവർ മേമയാണ്. ഇത് ഒരു കാര്യം നിങ്ങൾ അറിയോ ഗൈസ്? ഇത് ഞാൻ സിസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ദിസ് ഗൈസ് ആർ മൈ മേമ. യു നോ മേമ. ഇത് മിന്നു മേമ, അത് പൊന്നു മേമ. അപ്പൊ ഇന്നത്തെ എന്ത് പരിപാടി നടന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ മെയിൻ പരിപാടി കുട്ടികളുടെ കൂട്ടത്തിൽ ഇരുന്ന് ചുമ്മാ ഇരിക്കുക. ചെറുപ്പം മുതൽ തുടങ്ങിയതാണ്. അതെ, എന്റെ മക്കളെ എന്റെ മക്കളെ. അപ്പൊ എന്താ പറയാനുള്ള എല്ലാരും സന്തോഷത്തിലാണ്. സംഭവം നമ്മുടെ വീട്ടില് ചെറിയ എന്ത് പരിപാടി നടന്നു കഴിഞ്ഞാലും നമ്മള് ഭയങ്കര എന്താ നീ പറഞ്ഞാൽ എന്നെ കൊന്നളയും. ആളെ പറഞ്ഞുതരാ ഉണ്ണിയെ. അപ്പൊ എൻഗേജ്മെന്റ് ആണ് സീരിയസ്ലി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നാണ് കുറച്ച് ലേഖൊക്കെ തോന്നിയായിരിക്കും. നമ്മൾ തുടക്കക്കാരല്ലേ ഗൈസ്? അതെ, നമ്മൾ തുടക്കക്കാരല്ലേ. ഇതെന്താ ചെയ്യണ്ടേന്ന് വെച്ചാല് ഞാനൊരു പ്രൊമോഷൻ തരാം. ഇവളാണ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. പ്രൊഫഷണൽ എഡിറ്റർ ആണെന്ന് ഞങ്ങൾ പറയില്ല, അവകാശപ്പെടില്ല. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ചാനല് നമുക്ക് വളരെ വലിയൊരു നിലയിൽ എത്തിക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. എന്താ അങ്ങനൊരു വർത്താനം. പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. നമ്മുടെ വീഡിയോസ് കുറച്ച് പേര് ലാസ്റ്റ് കണ്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ലേക്കൊക്കെ ഉണ്ടെന്ന്. നിങ്ങൾ അതൊന്ന് അതെന്താ അറിയോ, നമുക്ക് ഞാൻ ഒരു സത്യം പറയട്ടെ, നമ്മുടെ വീഡിയോസ് നമുക്ക് കാണുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെടാറില്ലേ? അതുകൊണ്ടായിരിക്കും ഞങ്ങളൊരു സാധനം ഉണ്ടാവുമല്ലോ, മെമ്മറി പോലെ. അതെ, ഒരു കോർ മെമ്മറി പോലെ നമ്മള് അങ്ങനെ. ഞാൻ നാളെ എങ്ങനെ വീഡിയോ എടുക്കുന്നില്ല ഒരു അതെ, എന്ത് ചെയ്യണം? കുറെ ലോങ് ആവാനും പാടില്ല, പക്ഷെ ആൾക്കാർക്ക് ബോറടിക്കാനും പാടില്ല. എല്ലാം എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണം. അക്കൻ്റെ അനിയത്തിന്റെ സ്കില്ലുള്ള അല്ലടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് ജീവിക്കാനാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അവളെ പൊക്കണോ? ഇടയ്ക്കിടയ്ക്ക് അവളെ 2 വാക്കുകൾ പൊക്കി പറയുകയാണെങ്കിൽ എന്റെ വീഡിയോ നന്നാവുന്നതാണ്. പൊക്കിയിട്ട് മാത്രം കമന്റ് അടിക്കണം കേട്ടോ. കമന്റ് അടിക്കണം, കമന്റ് ചെയ്യണം. നിങ്ങള് എങ്ങനെയാണ് അവളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? നല്ല എഡിറ്റിംഗ് ആണോ? നല്ല. പിന്നെ ഈ കാണുന്ന കുറച്ച് പേരാണെങ്കിൽ പോലും ഈ വീഡിയോയിൽ അഥവാ എന്തെങ്കിലും മോശം ആദ്യമല്ലേ നമ്മൾ ലൈക്ക് കമന്റ് ഒക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ സംഭവം ബോറിംഗ് ആണ് അങ്ങനെയാണെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ, നമ്മളത് വായിക്കുന്നതാണ്. കിട്ടിയ ഭാരിച്ച ജോലി എന്താണ് ഇവിടെ? പക്ഷെ അതിന് വയ്യല്ലോ. വയ്യാണ്ടിരിക്കുന്നവരൊന്ന് കണ്ടോളൂ കേട്ടോ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്ക് ഫുഡ് തന്നെയാണ് മെയിൻ. മേ ബി ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും ഇതെന്താ ഇങ്ങനെ കഴിക്കുന്നതെന്ന്. നമ്മളെല്ലാരും കൂടിയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. നമുക്ക് തുടങ്ങാല്ലേ, കുഴപ്പമില്ല. കുറച്ച് ഇലയേ ഉള്ളൂ, ഭാഗ്യത്തിന് കുറച്ച് കിട്ടിക്കോളൂ. നാളത്തെ മൊത്തം ഇല കിട്ടിയിട്ടില്ല. പറയാനില്ലേ? ശശിപ്പോ
തിന്നാൻ മാത്രം അറിയില്ല. ഇലയൊക്കെ തുടങ്ങി എത്രയും പാടുണ്ട്. പണിയെടുക്കുമ്പോ അധികം സംസാരിക്കാറില്ല. എന്തെങ്കിലും സംസാരിക്കാറ് കുറവില്ല. ഹലോ കുറച്ച് കാലായി. എവിടുന്നാ വരുന്നേ? ഞാൻ വെറുതല്ലേ? വീട്ടും വെറുതെ വരുന്നേ. ശരി, നമസ്കാരം. ഹലോ, അമ്മ കുഞ്ഞാണ്ടി 1, 2, 3 മൂന്നാൾക്കാർ എന്ത് ചെയ്തില്ല? വീഡിയോ എടുത്തില്ല. 1, 2 യൂട്യൂബ് ചെയ്യാൻ സമ്മതിച്ചില്ല. യൂട്യൂബ് ചെയ്യാൻ നിങ്ങൾ കൊച്ചിനെ സമ്മതിച്ചില്ല. എന്താ സമ്മതിച്ചില്ല. എന്താ സമ്മതിക്കാഞ്ഞേ? യൂട്യൂബ് ചെയ്യേ. യൂട്യൂബ് എന്ത് ചെയ്യേ? ആരാ യൂട്യൂബ് ചാനലാ? ആരാ ചാനല്? അമ്മ കുഞ്ഞാണ്ടി. എന്താ ചെയ്യാൻ സമ്മതിക്കഞ്ഞ്? എന്താന്നറിയോ, പക്ഷെ ചെയ്യാൻ എന്തോ ചെയ്തു. അതന്നെ. എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാലും തീറ്റയാണ് നമ്മുടെ മെയിൻ. ഇത് ചെറുപ്പത്തിലേ ഞങ്ങളിങ്ങനെ തന്നെയാണ് കേട്ടോ. കുഞ്ഞായപ്പോൾ മുതലേ അവർ വലിയ ആൾക്കാരൊക്കെ പണിയെടുക്കാൻ നമ്മൾ ചുമ്മാ കുത്തി. ഏകദേശ സമയം 12:45 കഴിഞ്ഞ്. ഇവിടെ ആരും ഇറങ്ങിയിട്ടില്ല. സാരല്ല മക്കളെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. എങ്ങനെയാണ് ഇതിപ്പോൾ നിങ്ങൾ മേ ബി അറിയില്ല, ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഒന്ന് വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ നിന്ന് മുത്തപ്പൻ്റെ വെള്ളാട്ട് നടക്കുകയാണ്. അത് കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു മൊമെൻ്റാണ് കേട്ടോ. അപ്പം ഐ തോട്ട് എന്തുകൊണ്ട് വ്ളോഗ് ചെയ്തുകൂടാ? കാരണം വേറൊന്നും അല്ലട്ടോ ഞാൻ ഈ വ്ളോഗ് ചെയ്യാനുള്ള കാരണം. ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു കോർ മെമ്മറി, അഥവാ എൻ്റെ ഫാമിലിയിലേക്ക് ഒരു കോർ മെമ്മറി ആവാൻ പോകുന്ന ഒരു ഡേ ആണിന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യലായിട്ടുള്ള ഡേ, ഹാപ്പനിങ് ആയിട്ടുള്ളൊരു ഡേ ഞാനിന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ലേറ്റായി കിടന്ന് നേരത്തെ എഴുന്നേറ്റിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിലുണ്ട്. സാധാരണ ഞാനിങ്ങനെ ലേറ്റായിട്ട് കിടന്നാൽ മോർണിംഗ് രാവിലെ ഇങ്ങനെ എഴുന്നേക്കാൻ എന്നെ കൊണ്ട് പറ്റാറില്ല. ഇന്ന് ചിലപ്പോൾ മേ ബി എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു അത്രയൊരു ബുദ്ധിമുട്ട് എനിക്ക് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ എന്താ പറയുക, നല്ല നല്ല മൊമെൻ്റ് എന്നെ കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ എന്താ പരിപാടി, ക്ലീനിങ് ആണ്. ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇത് നടക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇന്നലെ ഞാനായിട്ട് ഇവിടെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. മുറ്റത്ത് വീടിന് ചുറ്റും ചെറിയ ഇപ്പോൾ നമ്മൾ ജനവാതിൽ ലൈക്ക് ഇവിടെ കുറച്ച് ഫുൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടി പിടിക്കും. ഇത് ഞങ്ങൾ എടുത്ത സമയത്താണെങ്കിൽ പോലും വൈറ്റ് ഓപ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീട്ടുകാർക്ക് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ പറയുക ചളി പൊടി ഇതൊക്കെ ആവുന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയും ഭയങ്കര പ്രൗഡായിട്ട് പറഞ്ഞു, ഇല്ല ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊള്ളാം എന്നൊക്കെ. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ വെച്ചാൽ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെറിയ ഈ ജനവാതിലൊക്കെ കാണുന്ന ചെറിയ ഇതൊന്നും അങ്ങനെ ഞങ്ങളെ കൂടെ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഇതിപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ താഴെ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് പൂവൊക്കെ തൂക്കാം. അതാണ് ഇന്നലെ ലേറ്റ് ആയത് കേട്ടോ. കുറച്ച് പൂവൊക്കെ തൂക്കി സന്തോഷത്തിലാണ്. ആ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബാക്കി വഴിയെ കാണാം കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ ഫാമിലി മൊത്തം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, റിലേറ്റീവ്സ് എല്ലാവരും. അപ്പോൾ എൻ്റെ മേമ്മമാരും പാപ്പന്മാരൊക്കെയാണ് ഇത് ഞങ്ങളുടെ മാധവൻ പാപ്പനാണ് കേട്ടോ. ഈ മാധവൻ പാപ്പൻ എന്ന് പറയുന്ന അമ്മയുടെ അമ്മച്ചനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. ഇതെന്ന് പറയുന്നത് അമ്മച്ചൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് മാധവൻ പാപ്പൻ എന്ന് പറയുന്നത്. പക്ഷെ പാപ്പ നമ്മളെ അമ്മച്ചൻ എക്സാക്ട്ലി പാപ്പ നമ്മളെ കാണുമ്പോൾ ഒക്കെ നമ്മുടെ അമ്മച്ചൻ്റെ ഒരു മെമ്മറീസ് എനിക്ക് ഹിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മളെല്ലാവരും കൂടെ പിള്ളേർ സംഘം എല്ലാവരും കൂടെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിള്ളേരെ മുന്നിൽ ഷോ കാണിക്കാൻ ഏത് ചാൻസ് കിട്ടിയാലും നമ്മൾ ഒഴിവാക്കില്ലല്ലോ. ഇതെന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഇവർ മുത്തപ്പൻ്റെ നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ മുത്തപ്പൻ്റെ ഇത് കെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ് കേട്ടോ അവരെ. അപ്പോൾ വന്ന് അവർ ഒരു ചെറിയ അമ്പലം പോലെയൊക്കെയാണ് കെട്ടിയിട്ട് അവരെ പൂജയും കാര്യങ്ങളും ലൈക്ക് അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഉച്ചയ്ക്ക് വന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 ആ ഒരു സമയം 3 മണിക്കാണ് ഇത് ചെറിയ ചെണ്ടക്കൊട്ടും വാദ്യമൊക്കെ ആയിട്ട് അവരിങ്ങനെ ഇതിന് എക്സൈറ്റിൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്താ ചോളെ പറയാനുള്ളത്?
സന്തോഷത്തിലാണോ? അപ്പൊ നമ്മളെല്ലാരും റെഡിയായി. വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞില്ലേ? ഇപ്പൊ ഒരു 6 മണി വിളക്ക് വെക്കുന്ന സമയത്തായിരിക്കും ഇവിടുത്തെ പരിപാടിയൊക്കെ തുടങ്ങാം. അവിടെ എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ച് ബ്ലെസ്ഡ് ആയിട്ടിരിക്കാം. അപ്പൊ നമ്മളെല്ലാരും പരിപാടിക്ക് വേണ്ടിയിട്ട് റെഡിയായി. ഇതാണ് എല്ലാരും ഔട്ട്ഫിറ്റ്. എല്ലാരും ഇന്ന് ഒരു കേരള ഒരു ട്രഡീഷൻ വൈബാണ്. എല്ലാരും ഒരു മൊത്തത്തിൽ ഒരു ഹാപ്പി വൈബാണ്. നമുക്ക് എല്ലാവരും കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും വല്ലരും അങ്ങനെ മുത്തപ്പൻ അനുഗ്രഹിക്കട്ടെ. 25 അമ്മ കല്യാണം കഴിഞ്ഞു. 25 റെഡി ആവണോ? 26 കല്യാണം നടത്തണം. ചാനലിൽ നമ്മൾ ഇതൊന്നും പറയാം. മുത്തപ്പ അനുഗ്രഹിക്കണം. അതെ, അതാണ് ഇപ്പൊ എല്ലാവരും. എല്ലാരെയും ഒന്ന് അനുഗ്രഹിക്കണം. ഒരു 4 എണ്ണത്തിനോട് ഉണ്ണിമോൾ അയക്കില്ല. ഉണ്ണിമോൾ ഒരു ഓക്ക് നല്ല വിഷമമുണ്ട്. അവൾക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും മുന്നേ കഴിക്കണം. പക്ഷെ നടക്കില്ല. എന്തായാലും ആഗ്രഹമുണ്ട് ഉണ്ണിമോക്ക് നേരത്തെ കെട്ടണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിരന്ന് നിൽക്കുമ്പോൾ ഉണ്ണിനെ കൊണ്ട് 3 ചേച്ചിമാര് ഓവർടേക്ക് ചെയ്യണമെന്ന് ഉണ്ണിക്ക് ആഗ്രഹമുണ്ട്. നടക്കൂല. ഞങ്ങൾ അതിന് അനുവദിക്കുന്നത് മനസ്സിൽ മാത്രം. ഇന്ന് സ്വപ്നം കാണുന്നത് മാത്രം നടക്കൂല. ഉണ്ണിക്ക് 10 കൊല്ലം ഉണ്ട് അച്ചോട് പറഞ്ഞേ. സാരല്ല, പോട്ടെ. ഉണ്ണിക്ക് 10 കൊല്ലം. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചെറിയതായിട്ട് കാണിച്ചറിയാം. അല്ലെ, കാണിച്ചു തരാം. എന്താ പറഞ്ഞേ? 2025 കല്യാണം ചെയ്തു. ശരിയായോ? ശരിയാക്കണം. കൺഗ്രാറ്റുലേഷൻസ്. ഞാനും മുത്തപ്പനും തമ്മിലൊരു ഇമോഷണലി ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത്. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടാകുന്ന പറയുന്ന ഒരു മൊമെൻ്റ് ഇല്ലേ, അതുപോലെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ഇതുവരെ പറശ്ശിനിക്കടവ് പോയിട്ട് വെള്ളാട്ട് കാണാനുള്ളൊരു ഇതെനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ പഴയ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ മുത്തപ്പൻ്റെ ഒരു വെള്ളാട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ മുത്തപ്പൻ്റെ വെള്ളാട്ട് ഫസ്റ്റായിട്ട് കാണുന്നത്. അന്നെന്ന് പറയുന്നത് എനിക്ക് അവിടെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര മാജിക്കലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് എങ്ങനെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതെൻ്റെ ഉള്ളിൽ തന്നെ കിടക്കട്ടെ. ഈ മുത്തപ്പൻ്റെ വെള്ളാട്ട് കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തും മുത്തപ്പ സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. അത് എനിക്കെന്നല്ല, നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാവരുടെ അടുത്തും അതൊരു കണക്ഷൻ്റെ പുറത്ത് ഇങ്ങനെ ലൈക്ക് അവരെ ഉള്ളിലുള്ളത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ, ഭയങ്കര ഒരു ഇത്. ഞാൻ അന്ന് അവിടെ നടത്തിയ സമയത്ത് എൻ്റെ വീട്ടിൽ നടത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു സാധനം അതെൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. എന്താ പറയുക, നമ്മൾ മനസ്സിലിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തൊരു മൊമെൻറ്റ് നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഞങ്ങളുടെ ഫാമിലി എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ മുത്തപ്പൻ്റെ വെള്ളാട്ട് നടക്കുന്ന സമയത്തെന്ന് പറഞ്ഞ് മുത്തപ്പന് അറിയാലോ, ജാതിയില്ല മതമില്ല, മുത്തപ്പൻ ആകെയുള്ളത് മനുഷ്യൻ മാത്രമാണ്. നമ്മുടെ എല്ലാവരുടെയും എവിടെയും മുത്തപ്പൻ എത്തും കേട്ടോ. കൂടുതൽ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിനാണെങ്കിൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. മുത്തപ്പൻ്റെ അടുത്ത് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്ന് പറയുന്നത് എൻ്റെ ഒരു എപ്പോഴത്തെ എല്ലാവരും പറയുന്ന പോലെ നമുക്ക് ആരും ഇല്ലാത്തവന് ദൈവമുണ്ട് എന്നുള്ളൊരു ആ ഒരു മൊമെൻറ്റില്ലേ, നേരത്തെ എൻ്റെ ചുറ്റും ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എന്തായാലും ഞങ്ങളെല്ലാവരും വീട്ടിൽ, ഞാനാണെങ്കിലും അനിയത്തിയാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ഇമോഷണലായിരുന്നു. കാരണം എല്ലാവരുടെ അടുത്തും മുത്തപ്പ സംസാരിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു
സന്തോഷത്തിലായിരുന്നു കേട്ടോ. കൃഷ്ണൻ എന്നിരിക്കുന്ന ജന്മത്തെക്കാളും കൃഷ്ണൻ എന്നിരിക്കുന്ന ബീജം നിലകൊണ്ട മാതാവിനാണ് അതിന്റെ മോക്ഷം ഉണ്ടാവുക. അങ്ങനെയല്ലേ? അല്ലേ? അല്ലേ മടിയാ? നല്ല സന്താനങ്ങളെ പെറ്റി പോറ്റി വളർത്താനുള്ളതായിരിക്കുന്ന ഫോക്സിക്ക് മുത്തപ്പനെ കണ്ടിട്ട് പേടിയായെങ്കിലും മുത്തപ്പൻ ഫോക്സിൻ്റെ അടുത്ത് കുറേ നേരമൊക്കെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ എല്ലാവരുടെ അടുത്തും വന്ന ഫാമിലി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മുത്തപ്പൻ്റെ വെള്ളമായിട്ട് നടക്കുമ്പോൾ ഈ അടുത്തുള്ളവരാണെങ്കിലും ഒക്കെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. എനിക്ക് എന്താ കൂടുതൽ സംസാരിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് എന്ത് ഷെയർ ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും കുറച്ച് ഇമോഷണൽ ആയില്ലേ? അത് നമുക്ക് കുറച്ച് സ്പിരിച്വൽ ആയിട്ട് കുറച്ച് ഭയങ്കര കൂടുതലായതുകൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ഇമോഷണൽ ആയി ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ്, ബ്ലസ്ഡ് ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. അല്ലെങ്കിൽ എനിക്കിന്ന് ഭയങ്കര ഒരു ഒന്നും പറയാൻ ബ്ലസ്സിങ്ങില്ലേ നമ്മളകത്ത് കയറി നമ്മള് ബ്ലസ് ചെയ്ത് അതൊരു ഭയങ്കര ഇതാണ് കേട്ടോ, ഒരു പോസിറ്റീവ് വൈബ്. എല്ലാവർക്കും നമുക്ക് നല്ല എല്ലാരോടും സംസാരിച്ച് എന്താ അത് കാണുമ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഇമോഷൻ കാണുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഇന്ന് എന്തായാലും ഞങ്ങൾ ഭയങ്കര ബ്ലസ്ഡ് ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പൊ ഞങ്ങളുടെ സന്തോഷം നിങ്ങളായിട്ട് ഞങ്ങള് ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയാണല്ലേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടന്റെ കല്യാണമുണ്ട് ഞങ്ങളുടെ ഇവിടെ വീടിനടുത്താണ്. അപ്പൊ എല്ലാവർക്കും കല്യാണത്തിന് പോകണ്ട. അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റി കല്യാണത്തിന് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.